രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഓഹരി കുംഭകോണവുമായി ബന്ധപ്പെട്ട വാർത്ത കൈരളി ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ മാസം 3-ാം തീയതിയാണ് എക്സിറ്റ് പോളും ഓഹരി വിപണിയിലെ കുതിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത കൈരളി ന്യൂസ് മുംബൈയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. വൻ ഓഹരി നിക്ഷേപത്തിലൂടെ കോടികൾ കൊയ്തത് അദാനിയും അംബാനിയുമായിരുന്നു. കേന്ദ്രത്തിൽ തുടർ ഭരണമെന്നും മോദിക്ക് ഹാട്രിക് വിജയമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതിന് പുറകെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും സൂചികകളായ സെൻസസും നിഫ്റ്റിയും റെക്കോർഡ് ഉയരത്തിലെത്തി. സെൻസെക്സ് 2000 പോയിന്റിലധികം ഉയർന്നതോടെ നേട്ടം കൊയ്ത ഗൗതം അദാനി ശക്തമായ കുതിപ്പാണ് നടത്തിയത്. ബ്ലൂംബർഗ് സൂചികയിൽ $111 ബില്യൺ ആസ്തിയുമായി ഗൗതം അദാനി മുകേഷ് അംബാനിയെ പിന്തള്ളി വീണ്ടും ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായി. ഓഹരി വിപണിയിൽ അദാനിയുടെ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഓഹരികളെല്ലാം അതിവേഗം കുതിച്ചുയരുകയാണ്. അംബാനിയുടെ കമ്പനികളും എക്സിറ്റ് പോൾ ബലത്തിന്റെ ഗുണഭോക്താക്കളാണ്. കഴിഞ്ഞ 15 വർഷമായി മുകേഷ് അംബാനിയുടെ റിലയൻസും അദാനി എന്റർപ്രൈസസ് തുടങ്ങിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ നിരവധി മാധ്യമ സ്ഥാപനങ്ങളെ സ്വന്തമാക്കാൻ നടത്തിയ തന്ത്രങ്ങൾ ഫലം കണ്ടെന്ന് പറയാം. ഇതിനെല്ലാം അനുകൂല ഘടകമായി പ്രവർത്തിച്ചത് മോദി സർക്കാരുമായുള്ള അടുപ്പമാണെന്നതും ശ്രദ്ധേയമാണ്. തുടർച്ചയുടെയും രാഷ്ട്രീയ സ്ഥിരതയുടെയും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഓഹരി വിപണിയിൽ വൻ കുതിച്ചുചാട്ടം രേഖപ്പെടുത്തിയതിലൂടെ ഒറ്റയടിക്ക് 2000-ഓളം പോയിന്റാണ് സെൻസസ് ഉയർന്നത്. 7-ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ ശനിയാഴ്ച രാത്രി പുറത്തുവന്ന 12 എക്സിറ്റ് പോൾ ഫലങ്ങളും NDA സർക്കാർ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറുമെന്നാണ് പ്രവചിച്ചത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ. വിവരങ്ങളുമായി പ്രേംലാൽ ചേരുന്നുണ്ട്. പ്രേംലാൽ, രാഹുൽ ഗാന്ധിയുടെ ശക്തമായ ആരോപണങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ വൻ ഓഹരി നിക്ഷേപത്തിലൂടെ കോടികൾ കൊയ്തത് അദാനിയും അംബാനിയുമാണെന്ന വാർത്തയും നേരത്തെ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. പ്രേംലാൽ. അതെ, ഈ എക്സിറ്റ് പോളിന് ഫലങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഓഹരി വിപണിയിൽ വലിയൊരു കുതിപ്പുണ്ടായത്. പക്ഷെ ഇതിന്റെ നേട്ടമുണ്ടായത് അദാനിക്കും അംബാനിയും അടങ്ങുന്ന രാജ്യത്തെ അതിസമ്പന്നർക്ക് മാത്രമാണ്. കാരണം ഇതിന് പിന്നാലെ വന്ന യഥാർത്ഥ ഫലം ഏകദേശം ചെറുകിട നിക്ഷേപകരായ ഉണ്ടായ നഷ്ടം ഏകദേശം 30 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായി ഉണ്ടാക്കിയ ഒരു ഹൈപ്പായിരുന്നു മാർക്കറ്റിൽ. അതുകൊണ്ട് നേട്ടമുണ്ടാക്കിയത് വളരെ മോദി സർക്കാരുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് മാത്രമായിരുന്നു. ഇത് മനസ്സിലാക്കാതെ വിപണിയിൽ നിക്ഷേപിച്ച സാധാരണക്കാർക്കാണ് വലിയ തോതിൽ വലിയൊരു നഷ്ടമുണ്ടായത്. കാരണം പിന്നീട് ഫലം പുറത്തു വന്നപ്പോൾ മാർക്കറ്റ് കുത്തനെ ഇടിയുകയായിരുന്നു. ഇതുകൊണ്ട് വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അദാനിയെ സംബന്ധിച്ച് അദ്ദേഹം വീണ്ടും ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായി മാറുകയാണ് ഉണ്ടായത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ. അത്തരം ഒരു ആസൂത്രിതമായ ഒരു ഓഹരി കുംഭകോണം തന്നെയായിരുന്നു നടന്നത്. ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരിട്ട് ഓഹരി വിപണിയിൽ ജൂൺ 4 നിക്ഷേപിക്കണമെന്നെല്ലാം പറഞ്ഞ് ഒരു തെറ്റിദ്ധാരണ പരത്തിയതും അതിന്റെ പുറകെ ഒരു പ്രത്യേക മാധ്യമങ്ങൾ ഇതിനെ എക്സിറ്റ് പോളിലൂടെ ഇതിലൊരു വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കി ഒരു തെറ്റിദ്ധാരണ പരത്തി മാർക്കറ്റിനെ ഉയർത്തുകയും ശരിയായ രീതിയിൽ ഒരു 2 ദിവസം കഴിഞ്ഞ് ഇതിന്റെ ഫലം പുറത്തു വന്നപ്പോൾ മാർക്കറ്റ് കുത്തനെ ഇടിയുകയായിരുന്നു. അതുകൊണ്ട് വലിയൊരു നഷ്ടം 30 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായിരിക്കുന്നത് സാധാരണക്കാർക്കാണ്. ശരി, പ്രേംലാലാണ് വിവരങ്ങൾ നൽകിയത്.